നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പഠനമാണ്. ആ പഠനത്തിന് 4 ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകാം. പഠിക്കുക എന്ന് പറഞ്ഞാൽ കേവലം പഠനമല്ല. ഇന്ന് രാവിലെ ഞാൻ നോക്കിയത്, ഞാൻ എന്നും രാവിലെ കുറച്ച് തഫ്സീർ ഇങ്ങനെ നോക്കാറുണ്ട്, ഒരു പേജെങ്കിലും. അതിങ്ങനെ നോക്കിയത് വീണ്ടും വീണ്ടും നോക്കാൻ, ഖുർആൻ വീണ്ടും വീണ്ടും പഠിക്കാനുള്ളതാണ്. ഇന്ന് സൂറത്ത് യൂസുഫിലെ ഭാഗമാണ് നോക്കിയത്. സൂറത്ത് യൂസുഫാണ് ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, യൂസുഫ് നബിക്ക് ഞാൻ കൊടുത്തത് ഹുക്കുമൻ വ ഇൽമ എന്നാണ്. ഹുക്കുമൻ വ ഇൽമ, ആദ്യം ഹുക്കുമിനെയാണ് മുമ്പിൽ വെച്ചത്. അതിന്റെ വിശദീകരണം നിങ്ങളൊന്ന് നോക്കണം. ഞാൻ യൂസുഫിന് കൊടുത്തത് ഹുക്കുമും അതേപോലെ തന്നെ വിധിക്കാനുള്ള കഴിവ് അഥവാ പക്വമായ കഴിവുകൾ എന്നതാണ്. യൂസുഫ് നബിക്ക് കൊടുത്തിട്ടുള്ളത് 2 എണ്ണമാണ്. ഒന്ന് ഹുക്കുമാണ്, മറ്റൊന്ന് ഇൽമാണ്. ഒന്ന് ജ്ഞാനമാണ്, മറ്റൊന്ന് അറിവാണ്. എന്ന് വെച്ചാൽ ആളുകളെ വിലയിരുത്താനും ആളുകളെ മനസ്സിലാക്കാനുമുള്ള ലീഡർഷിപ്പാണ് ഞാൻ യൂസുഫിന് കൊടുത്തത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആൻ പറയുന്നു. ഹുക്കും എന്ന് പറഞ്ഞാൽ വിധി എന്നാണ്. വിധികർത്താക്കൾക്കുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, അത് ഞാൻ എന്റെ യൂസുഫിന് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഇൽമും കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ തഫ്സീറിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വെറും അറിവിലൂടെ മാത്രം പോയാൽ പോരാ, ഈ ഹുക്കുമിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ആളുകളെ വിലയിരുത്തുന്ന, ആളുകളെ കൃത്യമായി മനസ്സിലാക്കുന്ന, ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് പെരുമാറുന്ന ഒരു ലീഡറായിട്ട് നമ്മൾ മാറണം എന്നതാണ്. ബോസ് ആയിട്ടല്ല നമ്മൾ മാറേണ്ടത്. തെയ്യമ്പാട്ടിലെ ആസിഫൊക്കെ ഇവിടെ ബിസിനസ്സുകാർക്കൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. തെയ്യമ്പാട്ടിലെ സഹോദരൻ എന്റെ സുഹൃത്താണ്. അവര് ബോസ് ആകരുത്, അതേപോലെ തന്നെ ലീഡർ ആകണമെന്ന് പറയാറുണ്ട്. എന്താ ബോസ് ആകരുത്? നമ്മൾ കുട്ടികളുടെ ബോസ് അല്ല. ബോസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സല്യൂട്ട് അടിക്കുന്നത് പോലെ ഇങ്ങനെ ഭവ്യതയിൽ നിൽക്കലാണ്. വാപ്പൊരു ബോസ് ആയിട്ട് മാറുക, കുട്ടികളൊക്കെ അടിയാന്മാരെ പോലെ നിൽക്കുക, അങ്ങനത്തെ പരിപാടി പുതിയ തലമുറയിൽ നടക്കില്ല. അത് റസൂലുള്ളാഹിയുടെ സുന്നത്തുമല്ല. പിന്നെ എന്താകണം? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗോ ടുഗദർ എന്നതാണ്, ഒന്നിച്ചു മുന്നേറണം എന്നതാണ്. നമുക്ക് 3 മക്കളുണ്ടെങ്കിലും ആ 3 മക്കളെയും ഞാൻ എവിടെ എത്തിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ കൃത്യമായി അത് വിധാനം ചെയ്യുകയും അതിലേക്ക് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയി അവിടെ എത്തിയിട്ട് വേണം അവർക്ക് വേണ്ടിയിട്ട് ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കാൻ. അതിന്റെ പേരാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളും ഓരോ ലീഡേഴ്സായി മാറണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബത്തിലെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉപദേശിക്കാൻ ലീഡറായിട്ട് മാറണം. ലീഡർ 2 എണ്ണം ഉണ്ട്. ഒന്ന് മുമ്പേ നടക്കുന്ന ലീഡേഴ്സ് ഉണ്ട്, മറ്റൊന്ന് പിന്നിൽ നടക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. എന്നാൽ പ്രവാചകന്മാരൊക്കെയും പിമ്പേ നടന്ന ലീഡേഴ്സ് ആയിരുന്നു. ഒരു പ്രവാചകനും ആടിനെ മേക്കാതെ ഇരുന്നിട്ടില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകന്മാരെല്ലാവരും ആടിനെ മേച്ചിട്ടുണ്ട്. കാരണം ആട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ അനുസരണയില്ലാത്തൊരു മൃഗത്തിന്റെ പേരാണ്. കൂട്ടത്തിൽ അനുസരണയില്ലാത്ത, വേറെ ഏതിനൊരു അനുസരണം ഉണ്ടാവും, ആടിന് തീരെ അനുസരണം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ആടിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പാത്തുമ്മാന്റെ ആട് എന്ന് പറയുന്ന കൃതി പോലും വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ചത്. ആട്ടിടയൻ എപ്പോഴും പിമ്പിലെ നടക്കൂ, ഒരിക്കലും മുമ്പിൽ നടക്കാറില്ല. നിങ്ങൾ ഇപ്പോഴും കർണാടക, തമിഴ്നാടൊക്കെ പോയി കഴിയുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ 10,000-കണക്കിന് ആടുകളെ നോക്കാൻ ഒരാളെ ഉണ്ടാകൂ. ഒരു വടിയിൽ ഇങ്ങനെ ഒരു ഉറയും കെട്ടിയിട്ട് വടി ഇങ്ങനെ വീശുമ്പോഴേക്ക് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ആടുകൾക്കറിയില്ല. ഇതിൽ ഒരുപാട് ഫിലോസഫി ഉണ്ട്. ആടുകൾക്കറിയില്ല ഇയാൾ എങ്ങോട്ടായി നയിക്കണമെന്ന്. പക്ഷെ അയാളുടെ മനസ്സറിഞ്ഞിട്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്ന അട്ടിൻപറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട്. ലീഡർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ നടന്നിട്ട് യു ജസ്റ്റ് ഫോളോ മീ, നീ എന്നെ പിന്തുടർന്നോ എന്ന് പറയുന്നവരല്ല ലീഡർ. കൂട്ടത്തിലുള്ള എല്ലാവരെയും വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെയാണ് ലീഡർ എന്ന് പറയും. ഞാനിത് കുട്ടികളോട് പറയാനുള്ള കാരണം, നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളെ അനുജന്മാർ വളരുന്നത്. ഒട്ടുമിക്ക കുടുംബത്തിലും ചെറിയ മക്കൾ നിസ്കരിക്കാതിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞോടെ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ അതിന്റെ ഒരു സൈക്കോളജി പറയാം. ചെറിയ മക്കൾ നിസ്കരിക്കാതിരിക്കുന്നത് മൂത്ത കുട്ടികൾ നിസ്കരിക്കുന്നത് കാണാത്തത് കൊണ്ടാണ്. മൂത്ത കുട്ടികൾ ഒരു പക്ഷേ ചെറുപ്പത്തിലല്ല നിസ്കാരതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ കുറച്ചും കണ്ടു കഴിയുമ്പോൾ അവര് അട്ടപ്പുറത്ത് ഇരിക്കുകയാണ്, നേരത്തിന് ഒരു കാര്യവും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താകും? ചെറിയ കുട്ടികൾ അവരെ ഫോളോ ചെയ്യുന്നു, ഇക്കമാരെ ഫോളോ ചെയ്യുന്നു. അഥവാ നമ്മൾ നേർവഴിക്ക് പോയില്ലെങ്കിൽ തലമുറകൾ പോലും നേർവഴിക്ക് പോകാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ലീഡർഷിപ്പ് മെന്റാലിറ്റി നമുക്കുണ്ടാകണം. നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടവരാണ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മറ്റു കുടുംബത്തെ കുറിച്ച് പറയുന്നത് ശരിയല്ല, എന്നാലും എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ അനുജനെ കുറിച്ച് പറഞ്ഞോട്ടെ. ചെമ്മാടൊരു പരിപാടിയിൽ ഒരു ജ്യേഷ്ഠൻ അനുജനെ കൊണ്ടുവന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് എന്റെ തന്നെ അത് യൂട്യൂബിൽ എവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ യൂട്യൂബിലൊന്നും ഇടാറില്ല, ഞാനായിട്ടൊരു വീഡിയോ ഇടാറില്ല, ഞാൻ 1000 രൂപ പോലും വാങ്ങാറില്ല. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന യൂട്യൂബിൽ എവിടെയോ ഞാൻ കണ്ടു അത്. ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ പറഞ്ഞതന്ന് അവിടെ പിന്നെ എന്താ പറയാ, ഇവിടത്തെ പിന്നെ
US വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു പയ്യനാ. അവനെ അനിയനെ വളർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയോ? ആദ്യം തന്നെ അനിയനെ, മകനെയല്ല, അനിയനെ വളർത്തിക്കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഗ്ലോബ് കൊടുത്തിട്ടാണ് ആദ്യം തന്നെ ഇവൻ എന്താക്കിയത്, പരിശീലിച്ചു വരുന്നത്. ലീഗിൽ അറിയപ്പെട്ട ഒരു നേതാവിന്റെ പേരക്കുട്ടി കൂടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചെറിയ മോനെ ഗ്ലോബ് കൊടുത്തിട്ടാണ് ആദ്യം തന്നെ പഠിപ്പിക്കുന്നത്. കാരണം ഇവൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, പുറത്തു പോയി പഠിച്ച ആളാണ്, ഒരുപാട് മേഖലകളിൽ എത്തിയ ആളാണ്. അതുകൊണ്ട് അനിയനെ വളർത്തിക്കൊണ്ടുവരാൻ ആദ്യം കൊടുത്തത് ഗ്ലോബാണ്. ലോക രാജ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ. ലോക രാജ്യങ്ങൾ ഇങ്ങനെ എന്നും തിരിച്ചു നോക്കല മോൻക്ക് പരിപാടി. അതിന്റെ സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാൻ, അത് എവിടെയാ നിൽക്കുന്നതെന്ന് പഠിക്കാൻ ഗ്ലോബിൽ നിന്നാണ് ഈ കുട്ടിയുടെ പഠനം തുടങ്ങിയിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ അന്ന് സ്റ്റേജിൽ നിന്നിട്ട് ഈ കുട്ടിയോട് ഏത് രാജ്യം പറഞ്ഞാലും അതിന്റെ സംസ്ഥാനം പറയും, ഏത് സംസ്ഥാനം പറഞ്ഞാലും ആ രാജ്യം പറയും, ഏത് രാജ്യം പറഞ്ഞാൽ അവിടെ ഏതൊക്കെ ഭാഷയുണ്ടെന്ന് പറയും, ഭാഷ പറഞ്ഞാൽ അത് ഏത് രാജ്യത്തിന്റെ ഭാഷയാണെന്ന് പറയും. ഉദാഹരണത്തിന് ഗിനി ബച്ചാവോ ഗിനി കൊനാക്കിരി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഗിനി എന്നാണ് അതിന് പറയാ. അത് രണ്ട് സൈഡാണ്, ഗിനി ബച്ചാവോ ഗിനി കൊനാക്കിരി. അതിന്റെ ക്യാപിറ്റൽ ഏതാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവിടെയുള്ള ഭാഷ ഏതാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു. കാരണം ഗ്ലോബിനെ മൊത്തത്തിൽ അവന്റെ മൈൻഡിലേക്ക് കയറ്റിയിരിക്കാൻ, അത് വെച്ചിട്ട് ആ കുട്ടിയെ ഇങ്ങനെ വളർത്തുകയാണ്. ഞാൻ ചോദിച്ചു, ഇവനെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഫസ്റ്റിൽ ലക്ഷ്യം വെക്കുന്നത് അത് സിവിൽ സർവീസാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തൂല. എല്ലാവരുടെ ഒരു ധാരണ സിവിൽ സർവീസാണ് ഏറ്റവും ലാസ്റ്റ് എന്നുള്ളതാണ്. അത് എടുപ്പിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അത് ഇവന് ആദ്യം വേണ്ടത് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവാണ്. ആ പെർസ്പെക്ഷനാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ജ്യേഷ്ഠൻ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ജ്യേഷ്ഠനാണ് ഒരു അനിയനെ വളർത്തിക്കൊണ്ടുവരുന്നത്. നമ്മൾ എന്ന് പറയുന്ന ഈ യുവാക്കളായിട്ടുള്ള ജ്യേഷ്ഠന്മാരുണ്ടല്ലോ, ഇന്ന് ഡിഗ്രിക്കും PGക്കും അല്ലെങ്കിൽ അതിന് താഴെ +2 പഠിക്കുന്നവർ, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ, നമ്മുടെ അനുജന്മാരുടെ മുമ്പിൽ നമ്മൾ ഹീറോ ആയിട്ട് നിന്നു കൊടുക്കണം. അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ നിന്നു കൊടുക്കണം. എന്റെ ഇക്കയെയാണ് ഞാൻ അനുകരിക്കുന്നത് എന്ന്, എന്റെ പെങ്ങളെയാണ് ഞാൻ അനുകരിക്കുന്നത് എന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾ വരെ നമ്മളെ കൂടെ നടക്കുന്ന ഒരു അവസ്ഥയുണ്ടാകണം. ഞാനത് ആവേശത്തിന് വേണ്ടി പറയല്ല, നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നതാണ്. അത് നടക്കും. നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ, ആ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോ അതുപോലെ സംസാരിക്കാൻ ഈ കുട്ടികൾ തയ്യാറാണ്. കാരണം ഇന്ന് ലാംഗ്വേജ് പഠിക്കാൻ എവിടെയും പോകേണ്ട കാര്യമില്ല, വിരൽ തുമ്പിലുണ്ട് എന്നതാണ്. 2.5 വർഷത്തോളം നമ്മൾ വീട്ടിലിരുന്നു. ആ 2.5 വർഷത്തോളം നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്താ നമ്മൾ പഠിച്ചത് നിങ്ങൾ അറിഞ്ഞോ? നമ്മൾ കൊറോണ ബാധിച്ചിട്ട് 2.5 വർഷത്തോളം വീട്ടിലിരുന്നില്ലേ? പല ഗൾഫുകാരും വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഗൾഫിൽ 20 കൊല്ലം പോയിട്ടാ ഹിന്ദി പഠിച്ചത്, അങ്ങനെയാ ഉറുദു പഠിച്ചത്, അങ്ങനെയാ ചില ആൾക്കാർ പുസ്തു പഠിച്ചത്, അങ്ങനെയാ ചില ആൾക്കാർ എന്ത് പഠിച്ചത്, അറബി പഠിച്ചത്, ചിലർ ഇംഗ്ലീഷ് പഠിച്ചത്. ഈ 5 ഭാഷ അല്ലെങ്കിൽ 4 ഭാഷയൊക്കെ നമ്മളെ കയ്യിലുണ്ടായിട്ടും 2 വർഷം നമ്മുടെ കുട്ടികളുടെ കൂടെ നമ്മൾ ഉണ്ടായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തില്ല. ഇനി നമ്മളെ കുട്ടികൾ പോണം, എന്നിട്ട് 20 കൊല്ലം തണ്ടണം, എന്നിട്ട് ഈ ഭാഷ പഠിക്കണം. ഇതാ നമ്മൾ തീരുമാനിച്ചു കൊടുത്തു. നേരെ മറിച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭാഷ അതിസുന്ദരമായിട്ട് കൊറോണ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളെ വളർത്തി വലുതാക്കുക കുട്ടികൾ തന്നെ തീരുമാനിക്കുകയും ചെയ്യണം. ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതൊന്നും തോന്നരുത്. ഇന്നത്തെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഇഷ്ടം പോലെ അത് എങ്ങനെയെങ്കിലും ഒന്നും കയറിപ്പോകരുത്. തെയ്യമ്പാട്ടിലെ കുട്ടികളെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാതിരിക്കട്ടെ. യൂറോപ്പിലേക്കാണോ നിങ്ങൾ പോകുന്നത്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, റസൽസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ബ്രിക്സ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിലേതിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് സ്വയം തീരുമാനിക്കും. ബ്രിക്സിലേക്കാണോ നിങ്ങൾ പോകുന്നത് എങ്കിൽ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും നിങ്ങളെ കാത്തിരിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. തെയ്യമ്പാട്ടിൽ നിന്ന് കുട്ടികൾ അങ്ങനെ പോകട്ടെ എന്ന് മോഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ പുത്തനത്താണിയുടെ കൽപ്പകഞ്ചേരിയുടെ ഭാഗത്തു നിന്ന് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടത്, MES തിരൂരിലെ, നമ്മുടെ തിരൂർ MESലെ ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 15, ഈ കഴിഞ്ഞതല്ല അതിന്റെ മുമ്പത്തെ ഓഗസ്റ്റ് 15 അവിടുത്തെ സല്യൂട്ട് സ്വീകരിക്കാനും കുട്ടികളോട് സംവദിക്കാനും വേണ്ടി പോയി. ആയിരക്കണക്കിന് കുട്ടികളും രക്ഷിതാക്കളും കുട്ടികളുടെ നല്ല രസകരമായ കുറെ കലാപരിപാടികളും, അങ്ങനെ അവരോട് 1.5 മണിക്കൂർ സംസാരിച്ചു. ആ സംസാരത്തിന്റെ കൂട്ടത്തിൽ ഇനി MESൽ നിന്നും എത്തേണ്ടത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്. വെറുതെ പറയല്ല, മോട്ടിവേഷന് വേണ്ടി പറഞ്ഞതാണ്. അവിടെ ആരൊക്കെ പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. പല കുട്ടികൾക്കും അറിയില്ല. ഞാൻ പറഞ്ഞു, അവിടെ പഠിച്ചതിന് ശേഷം വന്നിട്ടാണ് പ്രിയങ്കരനായ നമ്മുടെ ഇവിടുത്തെ നിയമം മൊത്തത്തിൽ ഇവിടുത്തെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഡോക്ടർ അംബേദ്കർ പഠിച്ചത് LSEയിലാണ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്. കേരളത്തിൽ നിന്ന് ഇന്നേ വരെ ഇന്ത്യയിൽ ഒരൊറ്റ പ്രസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് ഡോക്ടർ KR നാരായണനാണ്. KR നാരായണൻ അവിടെയാണ് പഠിച്ചത്. ജ്യോതി ബസു അവിടെയാണ് പഠിച്ചത്. അതേ സ്ഥാപനത്തിൽ നിങ്ങൾ പോ എന്ന് ഞാൻ പറഞ്ഞപ്പോ
മാനേജ്മെന്റിൽപ്പെട്ട ഒരു പ്രതിനിധി വന്നിട്ട് എന്റെ ചെവിയിൽ പ്രസംഗിക്കുന്ന എന്റെ ചെവിയിൽ വന്നിട്ട്, സർ കഴിഞ്ഞ വർഷം ഈ MES-ൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് ഒരു കുട്ടി പോയിട്ട്, ഞാൻ MES-നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല, ഒരു കുട്ടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. MM സ്കൂൾ കാലിക്കറ്റ് സംസാരിക്കാൻ വേണ്ടി പോയപ്പോ ഇതേപോലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളുടെ മകൻ ടിക്കറ്റിന്റെ പൈസ പോലും യൂണിവേഴ്സിറ്റി എടുത്തിട്ടാണ് കുട്ടിയെ കൊണ്ടുപോയത്. MM സ്കൂൾ കാലിക്കറ്റ്. എന്തേ നമുക്കത് ശ്രമിച്ചുകൂടാ? നമ്മുടെ കുട്ടികൾക്ക് എന്താ അത്തരം ട്രെയിനിങ്ങുകൾ നടത്തിക്കൂടാ? അവരൊക്കെ പഠിച്ച വലിയ ക്യാമ്പസിലേക്ക് പോകാൻ എന്തേ നമ്മൾ മടി കാണിക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ആവേശത്തിന് വേണ്ടി പറയല്ല, അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയെന്ന് നമ്മൾ അറിയണം. ഓരോ ഒക്ടോബറിലും ഓരോ ജനുവരിക്ക് മുമ്പും ഇതിന്റെ ടെസ്റ്റുകൾ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ 2 ഇൻടേക്കാണ്. ആ 2 ഇൻടേക്കിലേക്കുള്ള ടെസ്റ്റുകളുണ്ട്. അത് റെഫറൻസ് സ്കില്ലും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ആൽറ്റിക്കൽ റീസണിങ്ങും ക്രിട്ടിക്കൽ ഇവാലുവേഷനും സ്ട്രാറ്റജിക്കൽ തോട്ട്സും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും ഇതാണ് കുട്ടികൾക്ക് വേണ്ടത് എന്നവർ പറയുന്നു. അതിന്റെ ടെസ്റ്റുകൾ നമ്മളെ കുട്ടികൾ ചെയ്യട്ടെ. അങ്ങനെ കുട്ടികൾ അങ്ങനെ വളർത്തി വലുതാക്കുമ്പോ പിന്നെ നമ്മൾ മയക്കുമരുന്നിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ മറ്റുള്ളതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം IIT ചെന്നൈയിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയതിനെ കുറിച്ച് പറയല്ല. അവിടെ ഒരു കുഞ്ഞു പോലും ആ കോഴ്സ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് അടിക്കാൻ പറ്റൂല. കാരണം മയക്കുമരുന്ന് അടിച്ചാൽ പിന്നെ അവർക്ക് ആ കോഴ്സ് പാസ്സാകാൻ പറ്റൂല. സീരിയസ് ആയിട്ടൊരു സ്റ്റുഡന്റ്, കാരണം അവന്റെ ലെവല് തെറ്റിപ്പോവാണ്. ലെവല് തെറ്റിയാൽ പിന്നെ ഇവരുടെ ഭീമാകാരമായ കോഴ്സുകൾ പാസ്സാക്കാൻ കഴിയില്ല. കുട്ടികളെ പോസിറ്റീവായിട്ട് നമ്മൾ വളർത്താൻ തുടങ്ങിയാൽ ഒരിക്കലും പിന്നെ നമുക്ക് അത് അവരങ്ങനാവോ ഇങ്ങനാവോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. കാരണം കുട്ടികൾ പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് ഇതിനെ കുറിച്ച് ചിന്തയില്ല. കാരണം എന്തുകൊണ്ടാ? അഥവാ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കോഴ്സ് പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അത്ര 55-60ഓളം പേപ്പറുകൾ ഉള്ളതെല്ലാം ഫുള്ളി മാത്തമാറ്റിക്സ് ആൻഡ് പിന്നെ ഇതുമായി റിലേറ്റഡ് ആണ്. മാത്തമാറ്റിക്സും അതേപോലെ തന്നെ നമ്മുടെ ടെക്നിക്കലും ഈ 2 റിലേറ്റഡ് ആണ്. അതിൽ മാത്സ് ആണ് കൂടുതൽ. IIT-യിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. അവിടെ പറയുന്ന സ്ലോഗൻ തന്നെ പ്ലേ വിത്ത് മാത്സ്. മാത്സ് കൊണ്ട് കളിക്കുക എന്നുള്ളതാണ്. മാത്സ് അറിഞ്ഞാലും പോരെ. ഇങ്ങനത്തെ കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും ലോകത്തേക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ലക്ഷ്യം കുറഞ്ഞ കുട്ടികൾ പലതിലേക്കും പോകും. ലക്ഷ്യം കുറഞ്ഞ കുട്ടികൾ, ആ ലക്ഷ്യമില്ലാത്ത കുട്ടികളെയാണ് പലയിടത്തുനിന്നും കുട്ടികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമില്ല.